Hello students, welcome to the class of number theory. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ കോൺഗ്രുവൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ നോക്കി, കുറച്ച് തിയറംസ് നോക്കി. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീൻ തിയറംസും വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൂവ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് അസേർഷൻസ്. അതായത് ഫസ്റ്റ് തിങ്, ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആൻഡ് എം ഡിവൈഡ്സ് എൻ, then A is congruent to B mod M. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വലിയ പ്രൂഫൊന്നുമില്ല, ബട്ട് സ്മോൾ പ്രൂഫാണ്. അങ്ങനെ 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് A is congruent to B mod N and C is greater than 0, then CA is congruent to CB mod Cn. അതുപോലെ തന്നെ ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആൻഡ് ദ ഇൻറ്റിജേഴ്സ് എ ബി എൻ ആർ ഓൾ ഡിവിസിബിൾ ബൈ ഡി ഗ്രേറ്റർ ദാൻ 0, ദെൻ എ ഡിവൈഡ്സ് ഡി ആൻഡ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഡിവൈഡ്സ് ഡി മോഡ് എൻ ബൈ ഡി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ, ദെൻ പ്രൂവ് ദാറ്റ് എ മൈനസ് ബി. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് മീൻസ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി അല്ലേ? ദാറ്റ് മീൻസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു കെ. ദാറ്റ് ഇംപ്ലൈസ് എ മൈനസ് ബി ഈക്വൽ ടു k into n for some integer k. And also തന്നിട്ടുണ്ട് m divides n. m divides n ആണെങ്കിൽ, അതായത് m divides n എന്നാണ് പറഞ്ഞിരിക്കുന്നത്, which means that n by m is equal to some constant r, which implies n is equal to m into r. ഇനി ഇതെടുത്ത് ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്? a minus b is equal to k into mr എന്ന് കിട്ടുന്നുണ്ട്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇതിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കെ ഇസ് ദ കോഷ്യൻ്റ്. ഇവിടെ കെ എന്താണ്? കോഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? കോഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കെ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സം ഇൻറ്റിജർ. അതുപോലെ തന്നെ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം കോഷ്യൻ്റ്, പ്രോഡക്റ്റ് ഓഫ് സം കോഷ്യൻ്റ് ഇൻറ്റു എം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എം divides a minus b. Then by definition നമുക്ക് എന്ത് പറയാൻ പറ്റും? a is congruent to b mod m ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ പ്രൂഫ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആൻഡ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0, സി എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി ബി മോഡ് സി എൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുള്ള കണ്ടീഷൻ എടുക്കുക. അതിനുശേഷം ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എൻ ഡിവൈഡ്സ് എ minus b. That means a minus b is equal to some k into n for some k. ഇനി വേറൊരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് a is congruent to cb mod cn എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ രണ്ട് സൈഡും, അതായത് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ca minus cb is equal to kcn, which implies that ഇതിൽ കെ എന്ന് പറയുന്നത് എന്താണ്? കോഷ്യൻ്റ് ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് സം കോൺസ്റ്റൻ്റ് ആണ്. സി ഇസ് സം കോൺസ്റ്റൻ്റ്. അപ്പോൾ കെ ഇൻറ്റു സി ഇസ് സം കോൺസ്റ്റൻ്റ് അല്ലേ? k into c is a some constant into the divisor. ഡിവൈസർ എന്താണ് ഇവിടെ? ഇവിടുത്തെ ഡിവൈസർ എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? k is the quotient, c is the constant into n. അപ്പോൾ ഇതേ ഡെഫിനിഷൻ്റെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ? k is അതായത് സി എൻ ഡിവൈഡ്സ് സി എ മൈനസ് സി ബി. ക്യാൻ വി റൈറ്റ് ലൈക്ക് ദിസ്? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ കാരണം എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എൻ എന്ന ഡെഫിനിഷൻ്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. സി എ മൈനസ് സി ബി ഈക്വൽ ടു കെ ഇൻറ്റു സി എൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി എൻ ഡിവൈഡ്സ് എന്താണ്? സി എൻ ഡിവൈഡ്സ് സി എ മൈനസ് സി ബി, വിച്ച് മീൻസ് ദാറ്റ് സി എ ഇസ് കോൺഗ്രുവൻറ്റ് ടു സി ബി മോഡ് സി എൻ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പ്രൂഫും ആയി. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രൂഫാണ്
എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് തന്നിട്ടുള്ള കണ്ടീഷൻ എ ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആൻഡ് ഡി ഗ്രേറ്റർ ദാൻ 0. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ബൈ ഡി ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി ബൈ ഡി മോഡ് എൻ ബൈ ഡി. അപ്പോൾ നമുക്കറിയാം എ ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ഇംപ്ലൈസ് എന്താണ്? By the definition, we can say that n divides a minus b. That means we can say a minus b by n is equal to k, which implies a minus b is equal to k into n. ഇനി നമുക്കെടുക്കാം സം എ അസംഷൻ. ദാറ്റ് മീൻസ് എ ഇസ് ഈക്വൽ ടു k1 ഇൻറ്റു ഡി, ബി ഇസ് ഈക്വൽ ടു k2 ഇൻറ്റു ഡി ആൻഡ് n ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് k3 ഇൻറ്റു ഡി എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ അസംഷനിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എ ഈക്വൾ ടു k1 ഇൻറ്റു ഡി, ബി ഈക്വൾ ടു k2 ഇൻറ്റു ഡി, എൻ ഈക്വൾ ടു k3 ഇൻറ്റു ഡി. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കണ്ടീഷൻ എക്സ്ട്രാ അവിടെ തന്നിട്ടുണ്ട്. ഗിവൺ ദ ഇൻറ്റിജേഴ്സ് എ ബി എൻ ഓർ ഡിവിസിബിൾ ബൈ ഡി. ദാറ്റ് മീൻസ് എന്താണ്? ഡി ഡിവൈഡ്സ് എ, വിച്ച് മീൻസ് ദാറ്റ് എ ബൈ ഡി ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് k1. അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി ഡിവൈഡ്സ് ബി. That means, which implies d divides b means b by d is equal to some constant k2. Third one is d divides n. D divides n, which implies n by d is equal to k3. Therefore, n equal to d into k3. അങ്ങനെ k1 ഇൻറ്റു ഡി, k2 ഇൻറ്റു ഡി, k3 ഇൻറ്റു ഡി എന്ന് നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ സപ്പോസ് നമ്മൾ എ മൈനസ് ബി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എങ്ങനെ എടുക്കും? നമ്മൾ k1 എ മൈനസ് ബി ആകുമ്പോൾ k1 ഇൻറ്റു ഡി മൈനസ് k2 ഇൻറ്റു ഡി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ മൈനസ് ബി. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സം കെ ഇൻറ്റു എൻ ആണ്, അല്ലേ? സം കെ ഇൻറ്റു എൻ ആണ്. ബട്ട് എൻ ഇസ് ഈക്വൽ ടു എന്താണ്? k3 ഇൻറ്റു ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ k ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു k3 ഇൻറ്റു ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡി കോമൺ ആയിട്ടുണ്ട്. അത് നമുക്ക് പുറത്തെടുത്താൽ എന്തായിരിക്കും വരുന്നത്? ഡി ഇൻറ്റു k1 മൈനസ് k2 ഇസ് ഈക്വൽ ടു k ഇൻറ്റു k3 ഡി എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതിൽ ഡി കോമൺ ഫാക്ടറായ ഡി ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് k1 മൈനസ് k2 ഈക്വൽ ടു k ഇൻറ്റു k3, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ ബൈ ഡി മൈനസ് ബി ബൈ ഡി. k1 എന്ന് പറയുമ്പോൾ എന്താണ്? എ ബൈ ഡി ആൻഡ് k2 എന്ന് പറയുമ്പോൾ ബി ബൈ ഡി മൈനസ് k ഇൻറ്റു k3 ആൻസർ ഇസ് n ബൈ ഡി. ഈ മൂന്ന് ആൻസേഴ്സും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇക്വേഷൻ പോലെ, അതായത് നമ്മുടെ ഡെഫിനിഷൻ, കോൺക്രുവൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എൻ എന്ന് വരുവാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് എ ഇസ് കോൺക്രുവൻറ്റ് ടു ബി മോഡ് എൻ. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്ക് പകരം എ ബൈ ഡി, ബിക്ക് പകരം ബി ബൈ ഡി ആൻഡ് എന്നിന് പകരം എൻ ബൈ ഡി ആണ്. അപ്പോൾ അതേ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എ ഇസ് കോൺക്രുവൻറ്റ് ടു എ ബൈ ഡി ഇസ് കോൺക്രുവൻറ്റ് ടു ബി ബൈ ഡി മോഡ് എൻ ബൈ ഡി എന്ന കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു 4 കണ്ടീഷൻസ് എടുത്തിട്ടുണ്ട്. 4 സിമ്പിൾ കണ്ടീഷൻസ് ആണ്, 3 കണ്ടീഷൻസ് ആണ്. അങ്ങനെ നമ്മുടെ 3 കണ്ടീഷൻസ് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. സോ 3 കണ്ടീഷൻസും വളരെ എളുപ്പമാണ്. പ്രൂഫായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ആൻ എക്സാമ്പിൾ ടു ഷോ ദാറ്റ് എ സ്ക്വയർ ഈസ് കോൺക്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എൻ നീഡ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി മോഡ് എൻ. അപ്പോൾ നമ്മുടെ, അതായത് ഓപ്പോസിറ്റ് കേസാണ് നമ്മളിവിടെ പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഇംപ്ലൈ, ഡു നോട്ട് ഇംപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. സോ ഫോർ എക്സാമ്പിൾ let us take first a equal to 5 and b equal to 4 എന്ന് എടുക്കാം. അപ്പോൾ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 4 സ്ക്വയർ മോഡ് 3 എന്ന് എടുക്കാം. അപ്പോൾ 5 സ്ക്വയർ ഇസ് കോൺക്രുവൻറ്റ്, 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 25 ഇസ് കോൺക്രുവൻറ്റ് ടു 16 മോഡ് 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ദെയർഫോർ 25 മൈനസ് 16 ഇസ് ഈക്വൽ ടു 9 മോഡ് 3. അപ്പോൾ 9 മോഡ് 3 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഡിവൈഡ്സ് 9. സോ ദെയർഫോർ ഇറ്റ് ഇസ് ട്രൂ. അതിനെയാണ് 3 ഇൻറ്റു 3 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്യാൻ വി സേ ദാറ്റ് ബട്ട് 5
is not congruent to, can we say that 5 is congruent to 4 mod 3 എന്ന പോസിബിലിറ്റി ഇവിടെ വരുന്നുണ്ടോ? 5 is congruent to 4 mod 3. is it possible to have this? ഇല്ല, ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം a minus b, അതായത് 5 minus 4 is equal to 1. so therefore 3 does not divide 1 അല്ലേ? 3 does not divide 1. so ഇവിടെ 3 divides 9 എന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് a is congruent to, മറക്കരുത്, a is congruent to b mod n എന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? n divides a minus b. so here 3 divides 25 minus 16 is 9. okay, but 5 is congruent to 4 എടുക്കുമ്പോൾ 5 minus 4 is equal to 1, which means that 3 does not, n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3 തന്നെയാണ്. 3 does not divide 1. so ഈ ഒരു കോൺസെപ്റ്റ്, അതായത് a is congruent to b mod n ആണെങ്കിൽ then a square is congruent to b mod n എന്ന കോൺസെപ്റ്റ് ട്രൂ ആണ്. അത് നമ്മൾ നേരത്തെ ഒരു തിയറമായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് അതിൻ്റെ കോൺവേഴ്സ് എടുക്കുമ്പോൾ അത് ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം കൗണ്ടർ എക്സാമ്പിൾ കൊടുത്തപ്പോൾ വരുന്നില്ല. അപ്പോൾ എ സ്ക്വയർ ഇസ് കോൺക്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എൻ എന്ന് തന്നാൽ ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി മോഡ് എൻ. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ നേരത്തെ നോക്കിയത്. തിയറം കോൺവേഴ്സ് ആയിരുന്നു. ഇത് ഈ കണ്ടീഷൻ എ സ്ക്വയർ ഇസ് കോൺക്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് n does not imply that a is congruent to b mod n. അങ്ങനെ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം. ഇഫ് a is congruent to b mod n, prove that gcd of a, n is equal to gcd of b, n. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് a is congruent to b mod n. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് gcd of a, n is equal to gcd of b, n. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടീഷൻ ബൈ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എ മൈനസ് ബി ഈക്വൽ ടു എന്താണ്? കെ ഇൻറ്റു എൻ ആണ്. അപ്പോൾ ലെറ്റ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ എൻ എന്ന് എടുക്കാം. സം കോമൺ ഡിവൈസസ്, ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ഡി എന്ന് എടുക്കാം. അപ്പോൾ അതിനർത്ഥം എന്താണ്? d divides a and also n divides എന്താണ്? d divides n also. d divides a and d divides n. that means a by d is equal to wait, a by d is equal to r, some constant r. that means a equal to d into r. അതുപോലെ d divides n ആവുമ്പോൾ n by d is equal to s. therefore n equal to d into s ആണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൽ നിന്ന് ഡി ആർ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആർ മൈനസ് ബി ഇസ് ഈക്വൽ ടു എക്ക് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ഈ രണ്ട് വാല്യൂസും എടുത്ത് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഡി ആർ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു നമ്മുടെ എൻ വാല്യൂ ഇസ് ഡി എസ്. therefore ഇതിൽ നിന്ന് ബി ഈക്വൽ ടു ഈ ടേം ഇപ്പുറത്ത് കൊണ്ടുവരിക. സോ ബി ഇസ് ഈക്വൽ ടു ഡി ആർ മൈനസ് കെ ഇൻറ്റു ഡി എസ്. ഇതിൽ കോമൺ ആയിട്ട് ഡി ഉണ്ട്. ഡി ഇൻറ്റു ആർ മൈനസ് കെ എസ് എന്ന് നമുക്ക് വരുന്നുണ്ട്. സോ ബി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആർ മൈനസ് കെ എസ് എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ബി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആർ മൈനസ് കെ എസ്. ഇതിൽ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആയ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എസ്സും കോൺസ്റ്റൻ്റ് ആണ്, കെ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ജി സി ഡി ഓഫ് ദിസ് ടേം ഡി ഓൾസോ ഡിവൈഡ്സ് ബി എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ എ ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആർ എന്ന് എഴുതി. അതുപോലെ എൻ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി ഇൻറ്റു എസ് എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ ഡി ഇൻറ്റു ആർ ഡി ഇൻറ്റു എസ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ആർ എന്ന് പറയുന്നത് സം കോൺസ്റ്റൻറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത സം കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്നത് എന്താണ്?
D divides B also. So therefore ഇനി നമ്മൾ എടുക്കുന്നത് let D dash is equal to, നേരത്തെ നമ്മൾ എടുത്തത് D is equal to GCD of A, N എന്ന് എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് D dash is equal to GCD of B, N എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? GCD, അതായത് GCD of B, N ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് നമുക്കിത് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സേ ദാറ്റ് D dash, അതായത് D dash divides B ആൻഡ് D dash divides N എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിൽ നമുക്കിവിടെ വരുന്ന കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നേരത്തെ നമ്മൾ ഡിക്കും ഇതുപോലെ തന്നെയാണ് എടുത്തത്. D divides A ആൻഡ് D divides എന്താണ് N എന്ന് നമ്മൾ ഫസ്റ്റ് എടുത്തു. അതാണ്ട് D divides A ആൻഡ് D divides N. അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. D dash is equal to GCD of B, N. Therefore D dash divides N and D dash divides B, which gives that D dash, അതിൽ നിന്ന് D is less than or equal to D dash. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കിവിടെ D ഡിവൈഡ്സ് B ആണ് കിട്ടിയത്. അപ്പം നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ഇതേപോലെ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? D dash divides A also. D dash divides A also. Therefore നമുക്കിവിടെ D dash is also less than or equal to 2. ആദ്യത്തെ കോൺസെപ്റ്റിൽ നമുക്ക് വരുന്നത് D is less than or equal to D dash. അടുത്ത കോൺസെപ്റ്റിൽ നമ്മൾ എടുക്കുന്നത് D dash is less than or equal to D. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് രണ്ടും, അതായത് ഈ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്താൽ D is less than or equal to D dash and D dash is less than or equal to D. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ we can say that D is equal to D dash. അപ്പോൾ നമ്മൾ ഒരു യുണീക്ക് കോഎഫിഷ്യൻ്റ് ആണ്, ഒരു യുണീക്ക് ഡിവൈസർ ആണ് എന്ന് നമ്മൾ പറയുന്നതിനെയാണ്. സപ്പോസ് നോട്ട് എന്ന കോൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ ചെയ്യാം. ആദ്യത്തേത് D എന്നും രണ്ടാമത്തേത് D dash എന്നും എടുക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് if A is congruent to B mod n, we have to prove that GCD of A, N is equal to GCD of B, N. അതായത് ഇത് രണ്ടും യുണീക്ക് ആണ് എന്ന് നമ്മൾ പറയണം. യുണീക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല എങ്കിൽ, സപ്പോസ് നോട്ട് എന്ന കണ്ടീഷൻ വരുന്നത് കാരണമാണ് നമ്മളിവിടെ രണ്ടെണ്ണം എടുക്കുന്നത്. സോ യുണീക്ക് അല്ല എങ്കിൽ നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. ആദ്യത്തേത് D എന്ന് എടുക്കുന്നുണ്ട്, രണ്ടാമത്തെ D dash എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ആദ്യത്തെ കോൺസെപ്റ്റിൽ നമുക്കിവിടെ കിട്ടുന്നത് D is less than or equal to D dash. അതേപോലെ ഇത് പ്രൊസീഡ് ചെയ്താൽ തീർച്ചയായിട്ടും D dash will be less than or equal to D വരും. On combining these two you will get D dash is equal to D, and hence we say that those two GCDs are unique. Hence GCD of A, N is equal to GCD of B, N. Okay. So hope you could have understood this video. If you have any doubts, please give me a message in the comment box. Thank you.